ഹലോ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സോസിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് ലേസാണ് എടുത്തിട്ടുള്ളത്. ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോസിൻ്റെ ഒക്കെ പുളി നമ്മുടെ മസാലയിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മുക്കാൽ ഭാഗം നമ്മുടെ വെള്ളം വറ്റി വരുമ്പോൾ മാത്രം നമ്മൾ ലേസ് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ലേസാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൽ നമ്മൾ ലേസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലേസ് കുതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുക്കാൽ ഭാഗം വെള്ളം വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ലേസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. വെള്ളമൊക്കെ ഏകദേശം ഫുള്ളായി വറ്റിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാലയിലൊക്കെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും
കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.